വിഷ്ണുവിന് ഉപദേവതാ സ്ഥാനമുള്ള ശിവക്ഷേത്രങ്ങളും ശിവന് ഉപദേവതാ സ്ഥാനമുള്ള വിഷ്ണു ക്ഷേത്രങ്ങളും നിരവധിയുണ്ട്. എങ്കിലും വിഷ്ണുവിനും ശിവനും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ കുറവാണ്. അത്തരമൊരു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തേവരയ്യത്തുകാവ് ശ്രീ ഹരിഹര ക്ഷേത്രം. പേരിലെ തുല്യത പോലെ ശിവനും വിഷ്ണുവിനും എല്ലാ തലത്തിലും ഒരു തുല്യത ഇവിടെയുണ്ട്. ഒരേപോലുള്ള ശ്രീകോവിലുകൾ, ഒരേപോലുള്ള നമസ്കാര മണ്ഡപങ്ങൾ, ഓരോ ശ്രീകോവിലേക്കും വെളിയിൽ നിന്ന് പ്രത്യേക വഴികൾ, ഇവയെല്ലാം ഇവിടെ ഉണ്ട്. രണ്ട് പ്രത്യേക ക്ഷേത്രങ്ങൾ പോലെ. അടൂരിൽ മിത്രപുരത്തിനടുത്താണ് ഈ ക്ഷേത്രം. ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ച് സാധാരണ തലമുറകളായി പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളും ഐതിഹ്യങ്ങളുമാണ് നമുക്ക് അവലംബം. എന്നാൽ ഈ ക്ഷേത്രോൽപ്പത്തിയെക്കുറിച്ച് നടന്ന സംഭവമാണ് പറയാനുള്ളത്. ഏകദേശം 20 വർഷം മുമ്പുള്ള കഥ. അന്ന് ഈ ക്ഷേത്രം ഒരു സർപ്പക്കാവായിരുന്നു. സർപ്പക്കാവിൽ ദേവപ്രശ്നം വയ്ക്കാനായി ഒരു പ്രശസ്ത ജ്യോത്സ്യനെ കൊണ്ടുവന്നു. ദേവപ്രശ്നത്തിലാണ് അവിടെ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും പ്രധാന ദേവന്മാരായ ശിവനും വിഷ്ണുവും ഭൂമിക്കടിയിൽ കിടപ്പുണ്ടെന്നും തെളിഞ്ഞത്. ഭാരവാഹികൾക്ക് അത്ര വിശ്വാസം വന്നു എന്നറിയില്ല. എങ്കിലും ഭൂമി കുഴിച്ചു. ഭൂമി കുഴിച്ചപ്പോൾ കണ്ട കാഴ്ച കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. മുമ്പുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും വിഗ്രഹങ്ങളും ഭൂമിക്കടിയിൽ നിന്നും കണ്ടുകിട്ടി. രണ്ട് ദേവന്മാരെയും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ഇപ്രകാരമായത്. പ്രശസ്ത ജ്യോതിഷൻ ശ്രീ തൃക്കുന്നപ്പുഴ ഉദയകുമാറാണ് അന്ന് അവിടെ ദേവപ്രശ്നം വെച്ചത്. ഉപദേവതയായി ശ്രീഭദ്രയ്ക്കും ഇവിടെ സ്ഥാനമുണ്ട്. ജ്യോതിഷത്തിൻ്റെ വിശ്വാസ്യതയുടെ പ്രതീകം കൂടിയാണ് ഈ ക്ഷേത്രം. രണ്ട് ശ്രീകോവിലുകളിലേക്കും വെളിയിൽ നിന്ന് പ്രത്യേക വഴികളാണ് ഈ കാണുന്നത്. വയലിൻ്റെ തീരത്ത് ഗ്രാമ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം.